നമുക്ക് ചോദിക്കേണ്ട, അതായത് നമുക്ക് ഒരു കാര്യം വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് ചോദിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു പഴയ വണ്ടി ആയിരിക്കും ഉള്ളത്, നിങ്ങൾക്ക് പുതിയൊരു വണ്ടി വേണമെന്നുണ്ടാവും. പക്ഷെ ആ പഴയ വണ്ടി പോലും നിങ്ങൾക്കില്ലെങ്കിലോ ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ആ മൊമെന്റിൽ അത് നടന്ന നിമിഷം നമുക്ക് കിട്ടിയ അത്ര സന്തോഷം ഈ നിമിഷം കിട്ടുമോ? ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കുറേ പേർക്കെങ്കിലും മാനിഫെസ്റ്റേഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതെ പോകുന്നുണ്ടാവും, പ്രാർത്ഥനകൾ വിഫലമാവുന്നുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തെ പഴിക്കും. എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ മാത്രം ഇങ്ങനെയൊക്കെ? ഇവർക്കാർക്കും ഒരു പ്രശ്നവും ഇല്ലല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ വരാറുണ്ട് അല്ലേ? പലപ്പോഴും കോമൺ ആയിട്ട് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിനൊരു കാര്യം നമ്മൾ കൂടെയാണ്. ആ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്താണോ, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഞാനൊക്കെ ചെറുപ്പത്തിലെ എപ്പോഴോ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, കരഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ പൊക്കോണ്ടിരുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ, എനിക്ക് എന്താ അങ്ങനെ വരുത്തിയത്, ഇങ്ങനെ വരുത്തിയത് എന്നുള്ള കുറെ കംപ്ലൈന്റുകളായിരുന്നു ഞാൻ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ലൈഫിൽ ഒരു പ്രശ്നം വരും, പിന്നെ ദൈവത്തെ തള്ളി പറയുക, ദൈവത്തിന് മൊത്തം കുറ്റവും ദൈവത്തെ ഏൽപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ ആരൊക്കെയോ പറഞ്ഞു തന്ന ചില മിസ്റ്റേക്കുകളിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മളുടെ ലൈഫിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഒരു ആരാധനാലയത്തിൽ പോകുന്നത് എന്തിനാണെന്ന് അറിയാവോ? പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോ ആ മിസ്റ്റേക്ക് ഒക്കെ തിരുത്തി ഇപ്പോൾ സമാധാനം കിട്ടും ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോകുമ്പോൾ. കാരണം ഞാൻ അതിന്റെ ശരിയായിട്ടുള്ള രീതി മനസ്സിലാക്കി എന്നുള്ളതാണ്. ഞാൻ പരാതികൾ പറയാനും വിഷമിക്കാനുമായിട്ടല്ല ഇപ്പോൾ ഒന്നിനും പോകുന്നത്, നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ലൈഫിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, നമ്മളതൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ഇപ്പോ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് നമ്മളിങ്ങനെ പരാതി പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന്റെ അടുത്ത്. മാനിഫെസ്റ്റേഷൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു, ആ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നെങ്കിലും തൊട്ട് അടുത്ത സെക്കൻഡിൽ നമ്മളുടെ മനസ്സ് പോകുന്നത് നമ്മളുടെ കയ്യിൽ അത് ഇല്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിലേക്കും ആ ഒരു ബുദ്ധിമുട്ടിലേക്കുമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ആകുലതകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമുക്ക് ചോദിക്കേണ്ട, അതായത് നമുക്ക് ഒരു കാര്യം വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് ചോദിക്കേണ്ട ഒരു രീതിയുണ്ട്. അതായത് നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയാം. ചിലപ്പോൾ നിങ്ങൾ പറയും, നിങ്ങളുടെ ലൈഫിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ഞങ്ങൾക്കൊന്നും നന്ദി പറയാനില്ല എന്നൊക്കെ വിചാരിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ ആരോഗ്യമുള്ള ശരീരമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ആയിരിക്കാം, നിങ്ങളുടെ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. അത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിലോ? അപ്പോൾ നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും അല്ലേ? അത് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ വാല്യൂ. സോ അത് മനസ്സിലാക്കി ഗ്രേറ്റ്ഫുൾ ആവുക. ഇപ്പോൾ നിങ്ങൾക്കൊരു പഴയ വണ്ടി ആയിരിക്കും ഉള്ളത്, നിങ്ങൾക്ക് പുതിയൊരു വണ്ടി വേണമെന്നുണ്ടാവും. പക്ഷെ ആ പഴയ വണ്ടി പോലും നിങ്ങൾക്കില്ലെങ്കിലോ? നിങ്ങളുടെ എന്തെല്ലാം ആവശ്യങ്ങൾ ആ ഒരു വണ്ടി സാധിച്ചു തരുന്നുണ്ടാവും അല്ലേ? സോ അങ്ങനെ ആലോചിച്ച് ഗ്രേറ്റ്ഫുൾ ആവുക. ഇനി എങ്ങനെയാണ് കറക്റ്റായിട്ട് ചോദിക്കേണ്ട രീതി എന്നോട് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നന്ദി പറയുന്നതിന്റെ കൂടെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമായിരിക്കും, അതിനും കൂടി ചേർത്ത് ഇപ്പോഴേ നന്ദി പറയുക. നമ്മളുടെ ലൈഫിൽ ഇപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ കൂടെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാൻ പറ്റിയില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ലൈഫിൽ നന്ദിയുള്ളവരായിട്ടിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? നമ്മൾ കുറെ ചിരിച്ച കാര്യങ്ങളുണ്ടാവും. ആ ഒരു മൊമെന്റ് ആലോചിക്കുമ്പോൾ ഇപ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ആ മൊമെന്റിൽ അത് നടന്ന നിമിഷം നമുക്ക് കിട്ടിയ അത്രയും സന്തോഷം ഈ നിമിഷം കിട്ടുമോ? അത്രയും കിട്ടില്ല അല്ലേ? അതുപോലെ തന്നെയാണ്
അതൊക്കെ നൈമിഷികമായ സന്തോഷങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തുണ്ടോ അതിനെക്കുറിച്ച് ആലോചിച്ച് ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റിയാലേ നമുക്ക് ഭാവിയിലും നല്ല നന്ദിയുള്ള മനുഷ്യരായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട രീതി ഇങ്ങനെ മാത്രമാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങളിൽ നന്ദി പറയുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് കൂടി നന്ദി പറയുക. ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് വേറൊരാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിച്ച് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. അങ്ങനെ ചിന്തിക്കാൻ പറ്റിയതിനും കൂടി നന്ദി പറയുക. ഈ നന്ദി പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് മാറ്റും. ഏറ്റവും നല്ല ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. സോ ശരിയായ രീതിയിൽ ചോദിക്കുക. നിങ്ങൾ അങ്ങനെ നന്ദി പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതെ പോവുകയില്ല. ഓക്കെ, സോ ശരിയായ രീതിയിൽ അതിനെ ലഭ്യമാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.